ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആരിയിലെ തന്നെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഒരു ക്ലാസ്സാണ് കേട്ടോ ഇന്ന് വരുന്നത്. ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് എന്നാണ് ഈ സ്റ്റിച്ചസിന് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് കൂടുതലായിട്ട് ഒരു ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ടും നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ ഒത്തിരി പൊന്തി നിൽക്കാത്ത രീതിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ചസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മോട്ടീഫൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്, ഫേസൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അതിനൊക്കെ നമുക്ക് ഈ ഫ്ലാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതിന് മേളിൽ ചെറുതായിട്ട് ഒരു ചെറിയൊരു ലെയറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ആ ഒരു ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ഇപ്പോൾ നമ്മൾ ഒരു ബോക്സിൽ 2 സിൽക്ക് ത്രെഡ് ഇട്ടിട്ടുണ്ട്. 2 സെയിം കളർ വേണമെങ്കിൽ എടുക്കാം, ഡിഫറെൻറ്റ് കളർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ പഠിക്കാനാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അതൊരു ബൗളിലായിട്ട് ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ഇത് നമ്മുടെ ആരി സ്റ്റാൻഡിൻ്റെ താഴേയിലേക്ക് അതിറക്കി വെക്കുക. പിന്നെ നമ്മൾ നീഡിൽ, ഞാൻ തുലിപ്പിൻ്റെ നീഡിലാണ് എടുത്തിരിക്കുന്നത്. 24 ആണ്, 24.5 എന്താ എടുത്തിരിക്കുന്നത്. ഏത് നീഡിലാണെങ്കിലും കുഴപ്പമില്ല, അയൺ നീഡിലാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ എടുക്കുക നീഡിൽസൊക്കെ. പിന്നെ ഇപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ബോക്സ് വരച്ച് താഴെ ചെറിയൊരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കണ്ട. മീൻസ് പഠിക്കാനായിട്ട് ഇതൊരു സിമ്പിൾ ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു 1 2 1 2 എന്നും പറഞ്ഞ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ പോകുന്നത് ഈ 1 നമ്മൾ ഫസ്റ്റ് വരച്ച ബോക്സിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് എടുക്കുന്നത്. നമ്മൾ താഴേന്ന് ആരിയുടെ സ്റ്റിച്ചസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ക്ലാസ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അവിടുന്ന് ഫസ്റ്റ് സ്റ്റിച്ച് എടുത്തു. പിന്നെ ആ കറക്റ്റ് ആ 1ൽ താഴത്തുള്ള കറക്റ്റ് ബോക്സിൻ്റെ അവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ താഴേക്ക് ഒരു സ്റ്റിച്ചും കൂടെ എടുത്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് മേളിലേക്ക് എടുക്കുന്നത്. മേളിലേക്ക് 1ൽ തന്നെ കൊണ്ടുവന്നു. പിന്നെ 2ലേക്ക് ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് 1ലേക്ക് തന്നെ താഴത്തെ 1ലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്നൊരു സ്റ്റിച്ച്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഒരു ബോക്സ് നമ്മളെടുത്തു. ആദ്യം ആ ഒരു സ്റ്റിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, താഴേക്ക് കൊണ്ടുവന്നു. പിന്നെ താഴെ ഒരു ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തു, മേളിലേക്ക് എടുത്തു. അതിന് മേളിൽ നിന്ന് സ്റ്റിച്ച് എടുത്തിട്ട് പിന്നെ മേളിലേക്ക് ഒരു ചെറിയ സ്റ്റിച്ചും കൂടെ, താഴേക്കൊരു സ്റ്റിച്ച്, പിന്നെ അതിന് താഴേക്ക് ചെറിയൊരു സ്റ്റിച്ച്. അങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഞാൻ സ്റ്റിച്ച് അതിൽ നിന്ന് എടുക്കുകയാണ്. നമ്മൾ ത്രെഡ് എടുത്ത് ഫസ്റ്റ് ഞാൻ വരച്ച ബോക്സിന് താഴെ തന്നെയാണ് നമ്മൾ രണ്ടാമത് കൊണ്ടുവന്ന് സ്റ്റിച്ച് വെക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ ത്രെഡ് എടുത്തിട്ട് ചെറിയൊരു സ്റ്റിച്ച്, ചെറിയൊരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ താഴെ കൊടുത്തു. നോട്ടായിട്ട് ചെയ്യണില്ല എന്നുള്ളൂ. പിന്നെ എടുത്തു. പിന്നെ തിരിച്ച് നമ്മളത് മേളിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ക്യാമറ, നമ്മൾ ഫോണ് വെച്ചിരിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് എടുത്തു. കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കൈയൊക്കെ നീക്കി വെച്ച് ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവാനുള്ള എളുപ്പത്തിനാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ത്രെഡ് ഒപ്പം ഉണ്ടോ എന്ന് നോക്കുക. 2 ത്രെഡ് ഒപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിടുക, എന്നിട്ട് ഒന്നും കൂടി എടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോവും, ത്രെഡ് പൊട്ടിപ്പോവും കേട്ടോ. ഒന്നും കൂടെ സ്റ്റിച്ച് എടുത്തു. ഒന്നും കൂടെ നമ്മൾ താഴേക്കൊരു കുട്ടി സ്റ്റിച്ച് വെച്ചു. ഒരു കുട്ടി സ്റ്റിച്ച് വെച്ചു, എടുത്തു. ത്രെഡ് പിന്നെ പൊക്കി എടുത്തു, മേളിലേക്ക് സ്റ്റിച്ച് വെച്ചു. മേളിലത്തെ ഉള്ളിലുള്ള ലെയറിലാണ് വെക്കുന്ന സ്റ്റിച്ച്. അതിനുശേഷം ഒന്നും കൂടെ നമ്മൾ മേളിലേക്ക് സ്റ്റിച്ച് കുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും ഉണ്ടാവുക കേട്ടോ. ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ത്രെഡിൻ്റെ കാര്യമാണ്. ക്വാളിറ്റി ത്രെഡ് നോക്കി എടുക്കുക. പിന്നെ എത്ര സിൽക്ക് ത്രെഡ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, പൊട്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സമാധാനത്തിൽ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് പഠിക്കുമ്പോൾ കുറച്ച് പാടാണ്, കാരണം ത്രെഡ് കുടുങ്ങും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല ക്ഷമയോട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക.
ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാക്സിമം പതിയെയൊക്കെ ചെയ്താൽ മതി. ഇത് ത്രെഡ് പൊട്ടിപ്പോകും. നമുക്ക് ആരിപ്പടുത്ത് നിർത്താമെന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോവും. കാരണം ഇങ്ങനെ ത്രെഡ് കുടുങ്ങലും പൊട്ടലൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം പതിയെ ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അടുപ്പിച്ച് സ്റ്റിച്ചസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മേളിൽ ലെയർ വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മോട്ടീഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പീക്കോക്കിൻ്റെ ഒരു സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം അങ്ങനെ വരക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിലായിട്ട് അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് നോക്കുക. അപ്പോൾ ഓരോ ഷേപ്പ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നൂല് പൊന്തി വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നൂല് വലിഞ്ഞിട്ടാണ് വരണമെങ്കിൽ നിങ്ങളത് അവിടെ നിൽക്കുക. എന്നിട്ട് പതിയെ ഒന്ന് ബാക്കിലേക്ക് വലിച്ചു നോക്കുക. അപ്പോൾ ത്രെഡ് ഇങ്ങനെ പൊന്തി വരും. ഒന്നുകിൽ മുകളിലേക്ക് പൊന്തി വരില്ല, താഴേക്കാണെങ്കിൽ വരുമല്ലോ. എന്നിട്ട് പിന്നെ എടുത്തിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വലിഞ്ഞാലും അല്ലെങ്കിൽ കുടുങ്ങിയാലും ഇട്ട് വലിക്കുമ്പോഴാണ് ത്രെഡ് പൊട്ടിപ്പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ത്രെഡ് പൊട്ടിപ്പോയാൽ നിങ്ങൾ ബാക്കിലേക്ക് വലിച്ചെടുത്തിട്ട് ഫുള്ള് വലിക്കേണ്ട, 2 സ്റ്റിച്ച് എടുത്തിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ പുതിയ സ്റ്റിച്ച് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ കുടുങ്ങി കൊടുത്തിട്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാശമായി പോവും. അങ്ങനെയാവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ ഫുള്ള് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ. ഓക്കെ, ഇതാ നമ്മളിങ്ങനെ ഫൈനലായിട്ടുണ്ട്. നമ്മൾ ആ ബോക്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിനി ലാസ്റ്റ് നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണമല്ലോ. അത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് എടുത്തു, മേളിൽ പിന്നെ ഒരു ചെറിയൊരു കുട്ടി സ്റ്റിച്ച് കൊടുത്തു, പിന്നെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ട് ഫസ്റ്റ് ലെയർ തന്നെ സ്റ്റിച്ച് എടുത്ത് നമ്മൾ സാധാരണ ലോക്ക് ചെയ്യണ പോലെ രണ്ടാമത്തെ ലെയറിൽ എത്തുമ്പോഴത്തേനും 2 ത്രെഡും ഉണ്ടാവും. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുക, 2 വലിഞ്ഞിട്ടുണ്ടാവരുത്, കറക്റ്റായിട്ട് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ ലോക്ക് ചെയ്യണ പോലെ തന്നെ, പക്ഷേ 2 സ്റ്റിച്ചും കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടാവണം. നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പോൾ അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ നോർമലായിട്ട് ലോക്ക് ചെയ്യണ പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. എന്നിട്ട് 2 ത്രെഡും ഒരുമിച്ചുണ്ടോയെന്ന് മാത്രം നോക്കുക. ഇല്ലെന്നാണെങ്കിൽ ബാക്കിലേക്ക് ഒന്നും കൂടെ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ. ഓക്കെ, ഇതാ നമ്മളിപ്പോൾ ലോക്കിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ട് വന്ന ത്രെഡ് എങ്ങനെയാണ് ഉള്ളിലേക്ക് വലിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതൊക്കെ ഓർത്ത് അതുപോലെ തന്നെ ചെയ്യാം. വേറെ നല്ല ഉള്ളിൽ കൂടെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ ത്രെഡ് എങ്ങനെയാണ് ലോക്ക് ചെയ്യണമെന്നൊന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ലൂപ്പ് എടുത്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലൂപ്പ് എടുത്തിട്ട് ഇതാ ഒന്നുകൂടെ സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് പോലെ എടുക്കുകയാണ്. അടിയിൽ നിന്ന് ഒന്നും കൂടെ ഒരു ലൂപ്പും കൂടെ എടുത്ത് ആ ലൂപ്പിനുള്ളിൽ കൂടെ തന്നെ മറ്റേ ലൂപ്പ് വെച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ലോക്കായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക.
ഒരു ലൂപ്പ് എടുത്തു, അതിനുള്ളിൽ വെച്ചിട്ട് വേറൊരു ലൂപ്പ് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റത്തെ ലൂപ്പ് എടുത്തിട്ട് വലിക്കുമ്പോൾ താഴെ നൂല് നമ്മൾ ത്രെഡ് ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും നമുക്കവിടെ ലോക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ പൊന്തിരിക്കണ